വയലും വീടും. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കൃഷിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ഓരോ വിളയ്ക്കും അതിനു വേണ്ടുന്ന പരിപാലനം നൽകുന്നതിലൂടെയും കർഷകൻ കൃഷിയുടെ ആത്മമിത്രവും വിളഞ്ഞു നിൽക്കുന്ന കാർഷിക ഫലങ്ങൾ കർഷകന്റെ ജീവനുമാകുന്നു. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വില കുറയുമ്പോൾ കർഷകന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുകയും കാർഷിക മേഖലയിൽ നിന്നു തന്നെ പിന്മാറാൻ തുനിയുകയും ചെയ്യുന്ന അവസ്ഥ ചില കർഷകരിൽ കാണാറുണ്ട്. എന്നാൽ ഒരു കാർഷിക ഉൽപ്പന്നത്തെയും ഒരിക്കലും വില കുറച്ചു കാണരുതെന്നും എന്നെങ്കിലും ഒരിക്കൽ അത് തങ്ങൾക്ക് താങ്ങായി കൂട്ടിനെത്തുമെന്നും കരുതുന്ന ഒരു കർഷകനാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ നമ്മോടൊപ്പമുള്ളത്. തന്റെ പിതാവിൽ നിന്നും കിട്ടിയ കാർഷിക പാരമ്പര്യത്തെ നെഞ്ചോട് ചേർത്ത് സ്വന്തമായുള്ള മണ്ണിൽ റബ്ബറും തെങ്ങും കവുങ്ങും പരിപാലിച്ചു പോരുന്നതോടൊപ്പം സ്വാദിഷ്ടമായ പലവിധ പഴവർഗ്ഗ കൃഷിയിലൂടെ ജനശ്രദ്ധ നേടിയ ഒരാൾ. 20 വർഷത്തെ കൃഷിയിലൂടെ 600-ൽ പരം ഇനം പഴവർഗ്ഗങ്ങൾ നട്ടുവളർത്തി കർഷകർക്ക് അഭിമാനമായി നിൽക്കുന്നു ഇദ്ദേഹം. പ്രിയ ശ്രോതാക്കളെ, വിവിധ ഇനം പഴവർഗ്ഗങ്ങളുടെ കാർഷിക രീതിയെക്കുറിച്ചും വിപണന സാധ്യതയെക്കുറിച്ചും സംസാരിക്കുന്നതിനായി ഇന്ന് കൂട്ടുചേരുന്നു മലപ്പുറം ചെറുകാവ് സ്വദേശിയും കർഷകനുമായ അബ്ദുൾ അസീസ്. അബ്ദുൾ അസീസിന് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് ആദ്യം തന്നെ ഈ കാർഷിക മേഖലയിലേക്ക് താങ്കൾ വരാനുണ്ടായ സാഹചര്യം അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കിന്ന് തുടങ്ങാം. ഞാനൊരു പാരമ്പര്യ കർഷക കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. വീട്ടിൽ ഒറ്റമകനായതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് ശേഷം പിന്നെ ഫാദറിൻ്റെ മരണശേഷം ഫുൾ ടൈം കർഷകനായി. ഞാൻ ഏകദേശം 20 വർഷത്തോളമായി സജീവ കർഷകനായിട്ട്. അതിനു മുമ്പ് കുറച്ച് ബിസിനസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാരമ്പര്യമായിട്ട് കർഷകരായതുകൊണ്ട് പിന്നെ അന്നത്തെ കൃഷി രീതികൾ തുടർന്ന് പോരുന്നത് കൂടെ തന്നെ പുതിയ രീതിയിലുള്ള കൃഷി രീതികളും അവലംബിച്ചു വരുന്നുണ്ട്. അപ്പോൾ ചെറുപ്പം മുതലേ ഈ കൃഷി മേഖലയിലോട് താല്പര്യം തന്നെയായിരുന്നു. ഞാൻ അന്ന് പാരമ്പര്യ കൃഷി എന്ന് പറഞ്ഞാൽ തെങ്ങ്, കവുങ്ങ്, വാഴ അങ്ങനത്തെ കൃഷികളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഒരു പോളി ഹൗസ് കിട്ടി. പിന്നെ ഒരു 3-4 റെയിൻ ഷെൽട്ടർ ചെയ്തിരുന്നു. പിന്നെ ഒരു 6-7 വർഷമായിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റിലേക്ക് വന്നിട്ട് വിവിധ ഇനം പഴവർഗ്ഗങ്ങളുടെ കാർഷിക രീതിയും അതിൻ്റെ പ്രാധാന്യവും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത് പഴവർഗ്ഗങ്ങൾ കൂടാതെ മറ്റുള്ള കൃഷികളും ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ റബ്ബറുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, വാഴ, പിന്നെ ജാതി, കൊക്കോ, അതുപോലെ ഞങ്ങളെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക കൃഷികളും എൻ്റെ ചെറിയ സ്ഥലത്ത് ഞാൻ ചെയ്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ പഴവർഗ്ഗ കൃഷികളിലൂടെ ചെയ്തു വരുന്ന എന്തൊക്കെ വിളകളാണ് ചെയ്യുന്നത്? ഞാൻ ഏകദേശം ഒരു 600ഓളം വെറൈറ്റികൾ ചെയ്യുന്നുണ്ട്. അതിൽ കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്നത് പിന്നെ റംബുട്ടാന്, മാംഗോസ്റ്റിന്, ഡ്രാഗണ്, പപ്പായ, അത്ര ഇനങ്ങളാണ് കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഒരു പാഷനായിട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ചെറിയൊരു നഴ്സറി ഉണ്ട്. അതായത് നല്ല ഇനങ്ങളുടെ തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ബഡ്ഡിങ്ങോ ഗ്രാഫ്റ്റിങ്ങോ അല്ലെങ്കിൽ സീഡ് മുളപ്പിച്ചൊക്കെ ആയിട്ട് നല്ല ഇനം, പിന്നെ അതായത് മാർക്കറ്റിൽ ഇപ്പോൾ ഡിമാൻഡുള്ള ഇനങ്ങളുടെ പിന്നെ തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ അനുഭവത്തിൽ കൃഷി രീതിയിൽ ഏറ്റവും ലാഭമുള്ള ഒരു പരിപാടി ഇതിൻ്റെ പ്രൊപ്പഗേഷനാണ്. ഫ്രൂട്ട് വിൽക്കുന്നതോ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ വിൽക്കുന്നതിനും കൂടുതൽ ലാഭം ഇതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ലാഭമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ പഴവർഗ്ഗ കൃഷിയിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണ്? അതിന് ഒന്ന് ജലസേചനം, പിന്നെ നല്ല ഓരോ പ്ലാന്റിനും വ്യത്യസ്ത രീതിയിലുള്ള കൃഷി രീതികളാണ് വേണ്ടത്. ചിലതിന് നന്നായിട്ട് സൂര്യപ്രകാശം വേണം. അതായത് ഇപ്പോൾ ഡ്രാഗണൊക്കെ നന്നായിട്ട് സൂര്യപ്രകാശം വേണ്ട ഒരു കൃഷിയാണ്. അതുപോലെ തന്നെ പപ്പായ നന്നായിട്ട് സൂര്യപ്രകാശം വേണം. പപ്പായക്ക് ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ നന്നായിട്ട് ജലസേചന സൗകര്യം വേണ്ട ഒരു കൃഷിയും കൂടിയാണ് പപ്പായ. ഡ്രാഗൺ നേരെ മറിച്ച് ജലസേചന സൗകര്യം കുറവ് മതി. ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ നമുക്ക് ഇറിഗേഷൻ ചെയ്താൽ മതി. നിങ്ങളിത് തുടക്കത്തിൽ ഇതിനു വേണ്ടുന്ന തൈകൾ നിങ്ങൾ എങ്ങനെയാണ് ശേഖരിച്ചത്? ഇത് തുടക്കകാലത്തൊക്കെ ഇതിൽ തൈകൾ പിന്നെ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആയിരുന്നു. അന്ന് നമ്മൾ പിന്നെ കൂടുതലും നഴ്സറികളിൽ നിന്നൊക്കെ ആയിരുന്നു പിന്നെ വാങ്ങിച്ചിരുന്നത്. അതിൻ്റെ നമുക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള സാധനങ്ങളൊന്നും കിട്ടാത്തൊരു അവസ്ഥയിലായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്ന് പല കർഷകരുടെ കയ്യിലും സാധനങ്ങൾ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് നമുക്ക് കണ്ട് അല്ലെങ്കിൽ കേട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഗുണനിലവാരം അറിഞ്ഞതിന് ശേഷം വാങ്ങിക്കാൻ പറ്റും. ഒരു 5-8 വർഷം മുമ്പ് അല്ലെങ്കിൽ 10 വർഷം മുമ്പ് ഇതൊന്നും നമുക്ക് പിന്നെ നടക്കുന്ന കേസല്ലായിരുന്നു.
എങ്ങനെയാണ് ഈ തൈകൾ ഇതിൻ്റെ ഗുണമേന്മയൊക്കെ പരിശോധിച്ച് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? തിരിച്ചറിയുന്ന തുടക്കത്തിലൊക്കെ ഒരുപാട് തൈകൾ നമ്മൾ പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതിലൊരു ഒട്ടുമിക്ക തൈകൾ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ആദ്യമായിട്ട് വന്ന സാധനങ്ങളൊക്കെ ആവും. അപ്പോൾ അതിൻ്റെ ഗുണനിലവാരം എന്നൊക്കെ ഇത് കായ്ച്ചതിന് ശേഷമാണ് ഇത് നന്നോ ആകെ എന്നുള്ളതൊക്കെ നമ്മളൊക്കെ വെച്ചതിൽ ഒരു 60% ഇനങ്ങളും വേസ്റ്റാണ്. ശരിക്കും നമ്മളിപ്പോൾ ഈ 500-ലധികം വെറൈറ്റികൾ ഉണ്ടെങ്കിലും അതിലൊരു 100-ൽ താഴെ ഇനങ്ങൾ മാത്രമേ അത് അത്യാവശ്യം നമുക്കൊരു വെക്കേണ്ടതായ ഫ്രൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ വേസ്റ്റായിട്ടാണ് തോന്നിയത്. ഒന്നുകിൽ പുളി അല്ലെങ്കിൽ വേറെ അങ്ങനെ ഒരു മധുരം, നമ്മൾ റംബുട്ടാൻ്റെ അല്ലെങ്കിൽ മാങ്ങ, പ്ലാവ് ഇതിൻ്റെ റേഞ്ചിലേക്കൊന്നും വരുന്ന ഫ്രൂട്ടുകൾ വളരെ കുറവാണ്. ഇപ്പോൾ ഉള്ള നിലവിൽ എത്ര ഏക്കർ സ്ഥലത്ത് നിങ്ങളിത് കൃഷി ചെയ്തു വരുന്നുണ്ട്? ഞാൻ ഏകദേശം 10 ഏക്കറിലധികം സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. ഈ പഴവർഗ്ഗ കൃഷികൾ തന്നെയാണോ? അല്ല, എല്ലാ കൃഷി മിക്സഡ് ഫാമിംഗ് ആണ് ചെയ്യുന്നത്. അപ്പം അതിൽ കൂടുതലായിട്ട് ഊന്നൽ കൊടുക്കുന്നത് ഈ പഴവർഗ്ഗ കൃഷികളിൽ ഏതിനം വിളകൾക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്? ഇപ്പോൾ പഴവർഗ്ഗം അത് ഓരോ സീസൺ അനുസരിച്ച്, ഓരോ സമയത്തിനനുസരിച്ച് ഇതിൻ്റെ ഡിമാൻഡിനും അതുപോലെ തന്നെ ആവശ്യക്കാർക്കൊക്കെ മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് അല്ലെങ്കിൽ നമുക്ക് ഒരു ലാഭമുള്ളൊരു കൃഷിയായിട്ട് തോന്നിയത് പപ്പായ, അതുപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ ഏർലി ജാക്ക്, അതായത് ചക്ക വിയറ്റ്നാം സൂപ്പർ ഏർലി എന്ന് പറഞ്ഞ ഒരു ഇനുണ്ട്. അതും പിന്നെ പപ്പായ നല്ല ലാഭമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോൾ നമ്മൾ വിയറ്റ്നാം സൂപ്പർ ഏർലി എക്സ്പോർട്ടിങ്ങിന് പോവുകയാണെങ്കിൽ 1 കിലോ പിന്നെ ഇടിച്ചക്കൊക്കെ 50 രൂപ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1 കിലോ മൂത്ത ചക്കക്കും 50 രൂപ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പരിപാലന രീതിയെക്കുറിച്ച്, നടീലും പരിപാലന രീതിയും കുറിച്ച് വിവരിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം? അത് ഓരോ ഇനങ്ങൾക്കും വ്യത്യസ്ത രീതിയിലാണ് നമുക്ക് പരിപാലന രീതികൾ. ഇപ്പോൾ പപ്പായനെ പറ്റി പറയുകയാണെങ്കിൽ പപ്പായക്ക് ആദ്യം നന്നായിട്ട് പിന്നെ കുമ്മായ എല്ലാ ഒട്ടുമിക്ക പ്ലാന്റിനും കുമ്മായം ചെയ്യണം. എല്ലാ കൃഷിക്കും കുമ്മായം ആദ്യം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ബാക്കിയുള്ള കൃഷികൾക്കൊക്കെ പിന്നെ ഇപ്പം പപ്പായനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പപ്പായക്ക് അടിവളമായിട്ട് ഏറ്റവും കൊടുക്കാൻ നല്ലത് കോഴിവളമാണ്. അത് നേരെ മറിച്ച് ചാണകപ്പൊടി ആണെങ്കിൽ ഒരു ഐഗൽ ചാൻസ് കുറച്ചും കൂടി കൂടുതലാണ്. അതായത് പിന്നെ സെൽ ലൈഫ് കുറവായിട്ട് കാണുന്നുണ്ട് പപ്പായക്ക്. പിന്നെ ചാണകപ്പൊടിയാണ് ചെയ്യുന്നതെങ്കിൽ നേരെ മറിച്ച് മറ്റെല്ലാ ക്രോപ്പിനും ചാണകപ്പൊടി അടിവളമായിട്ട് ചെയ്യുന്നത് നല്ലതുമാണ്. അതുപോലെ തന്നെ റംബൂട്ടാൻ, ഡ്രാഗൺ ഇതുപോലുള്ള വിളകൾക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള വളങ്ങളോ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെയാണോ ഇതിനൊക്കെ ചെയ്യുന്നത്? വളപ്രയോഗ രീതി ഏകദേശമൊക്കെ സെയിം ആയിട്ട് തന്നെ ചെയ്യുന്നത്. അതായത് പിന്നെ പപ്പായക്ക് എൻ്റെ വീട്ടിൽ എനിക്കൊരു ഫാമുണ്ട്, പശുണ്ട്. അപ്പോൾ ബയോഗ്യാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്ലറി കൂടുതലും ഈ ചെടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്, പപ്പായ ഒഴികെയുള്ള ചെടികൾക്ക്. അതായത് റംബൂട്ടാനാണേലും ഡ്രാഗൺ ആണേലും എല്ലാ ഒട്ടുമിക്ക പ്ലാന്റുകൾക്കും ഈ ബയോഗ്യാസിൻ്റെ സ്ലറി അടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ചാണകവും ഒഴിക്കുന്നത്. നേരെ മറിച്ച് ഈ പപ്പായക്ക് മാത്രം ഞാൻ കോഴിവളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ബയോഗ്യാസിൻ്റെ നിർമ്മാണം അതുണ്ട്. ഒരു 11-12 വർഷമായിട്ട് ബയോഗ്യാസാണ് സ്ഥിരമായിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്നത്. അത് ശരി. അപ്പോൾ അതും ഒരു നല്ലൊരു മേന്മ. ഏകദേശം കൃഷിയിൽ ഏറ്റവും ഉപകാരപ്രദമായ ഒരു സാധനമാണ് ഈ ബയോഗ്യാസ്. അതിൻ്റെ സ്ലറി നമുക്ക് കാർഷിക വിളകൾ, എൻ്റെ വീട്ടിൽ 90% ഈ പാചക ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് ബയോഗ്യാസിലെ ഗ്യാസാണ്. ഈ വിളകൾ ഓരോന്നും കായ്ഫലം എടുക്കുന്നത് ഓരോ വ്യത്യസ്ത രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ ഇതിനു വേണ്ടി തന്നെ ശരിക്കും സമയം കണ്ടെത്തണ്ടേ ഓരോന്നിൻ്റെ ആയിട്ടും കായ്ഫലങ്ങൾ കാര്യങ്ങൾ? ഇപ്പോൾ ഞാൻ പപ്പായ അല്ലെങ്കിൽ ചക്ക ഇത് രണ്ടും പറയുകയാണെങ്കിൽ പപ്പായൻ്റെ കേസിൽ നമുക്ക് പിന്നെ ഇത് എക്സ്പോർട്ടിങ്ങിനാണ് കൂടുതൽ പോകുന്നത്, പച്ചപ്പപ്പായ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ വീട്ടിൽ വന്ന് അതായത് ഫാമിൽ വന്ന് അവരൊന്ന് കളക്ട് ചെയ്യും. അതുപോലെ ചക്കയുടെ കേസ് അതുപോലെ തന്നെയാണ്. ഒരു 10 ദിവസം കൂടുമ്പോൾ അവർ വന്നിട്ട് ഏകദേശം അവരൊരു പരുവുണ്ട്, അതായത് 1 kg വരെയുള്ളതാണ് അവർ പിന്നെ ജാക്ക് എടുക്കുന്നത്. അത് അവർ വന്ന് പറിച്ച് അവർ തന്നെ കൊണ്ടുപോകും. നമുക്കതിൻ്റെ തൂക്കത്തിനനുസരിച്ച് റേറ്റ് കിട്ടിയിട്ട് നമുക്ക് ആ ഒരു അധ്വാനം അതിലുള്ളൂ. നേരെ പറഞ്ഞ് പപ്പായൻ്റെ ഫ്രൂട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ഹോൾസെയിൽ കടയിൽ കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ ഇതിന് അത്ര റിസ്ക് ഇല്ല. ഒന്നിപ്പോൾ നമ്മൾ എയർപോർട്ട് അടുത്തായതുകൊണ്ട് അവർക്ക് ഓർഡറിനനുസരിച്ച് എപ്പോഴും കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ രാവിലെ അവർക്ക് ഓർഡർ വന്നാൽ വൈകുന്നേരത്തെ ഫ്ലൈറ്റിനാണ് ഇത് കയറ്റി വിടേണ്ടതെങ്കിൽ അവർ രാവിലെ ഒരു 10 മണിക്കൊക്കെ ശേഷം വന്ന് പറിച്ച് പോയാൽ അവർക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിലയും കിട്ടുന്നുണ്ട്. ഇപ്പം നിലവിലിപ്പം നിങ്ങളുടെ ഈ പഴവർഗ്ഗ കൃഷി രീതിയിൽ പപ്പായയ്ക്കും ചക്കയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ല? ഇപ്പം ഈ സമയത്ത് അടുത്ത വർഷം ഇതാവണമെന്നില്ല, കഴിഞ്ഞ വർഷം ഇതല്ലായിരുന്നു. ഓരോ സമയത്തും ഓരോ വിപണന രീതി എങ്ങനെയാണ്? നിങ്ങൾ ഇത് കായ്ഫലം കിട്ടിയതിന് ശേഷം വിപണിയിൽ എത്തിക്കുകയാണോ, അല്ലെങ്കിൽ ആവശ്യക്കാരെ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടോ? ഇതിൻ്റെ വിൽപ്പനയ്ക്ക് വെക്കുന്നുണ്ടോ? ഇത് അല്ല, വിൽപ്പനയ്ക്ക് ഇവർ തന്നെ ഇതിൻ്റെ ഏജന്റുമാർ തന്നെ വന്ന് വാങ്ങിച്ചു പോകുന്നുണ്ട്, അവർ വന്ന് എടുത്ത് പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ ചക്കാരും പിന്നെ ഡ്രാഗണിൻ്റെ കേസ് നമ്മൾ കടയിൽ കൊണ്ടുപോയി കൊടുക്കണം. ഡ്രാഗൺ ഇപ്പോൾ മാർക്കറ്റ് ഉണ്ട്, ഏകദേശം ഒരു 119 രൂപ വരെ ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഹോൾസെയിൽ റേറ്റ്. നമുക്ക് കൊടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റ് ആയിട്ട് 119 രൂപ വരെ കിട്ടിയിട്ടുണ്ട് ഈ വർഷം ഡ്രാഗൺ. ഇപ്പോൾ സീസൺ കഴിഞ്ഞു, എൻഡ് ഓഫ് സീസണാണ്. ഏകദേശം ജൂൺ മുതൽ ഒരു നവംബർ വരെയാണ് ഡ്രാഗണിൻ്റെ സീസൺ. ഇപ്പോൾ ഇത്തരം കൃഷി രീതിയിൽ ഏറ്റവും മികച്ചതായിട്ട് തോന്നിയിട്ടുള്ള ഇനം ഏതാണ്? എനിക്ക് പിന്നെ ഫ്രൂട്ട് പ്ലാന്റിൽ ഏറ്റവും നന്നായിട്ട് തോന്നിയത് ഇപ്പോൾ ഇതാണ്. ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനം 1 പപ്പായാണ്, 2 ചക്കയാണ്. അത് എന്താ വെച്ചാൽ ഇതിന് ആവശ്യം കച്ചവടക്കാർ ഇവിടെ വന്ന് വാങ്ങിച്ചു പോകുന്നുണ്ട്. പിന്നെ റംബുട്ടാൻ എന്ന് പറഞ്ഞാൽ വർഷത്തിലൊരു പ്രാവശ്യമാണല്ലോ റംബുട്ടാൻ വരുന്നത്. ഇതല്ല, ഇത് ഓൾ സീസൺ. അതായത് നമുക്ക് പിന്നെ പപ്പായയുടെ കേസാണെങ്കിൽ വർഷത്തിൽ 365 ദിവസം ഇതിൽ കായ്ച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ചക്കയാണെങ്കിൽ ഏകദേശം ഒരു 8-9 മാസത്തോളം, അതായത് ഒരു മാസം ആയപ്പോൾ വിളവെടുപ്പ് തുടങ്ങിയിട്ട് അത് ഏകദേശം
ഒരു എനിക്ക് തോന്നുന്നത് ഒരു മെയ് വരെ ചക്ക കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. മെയ് വരെ കിട്ടുന്നുണ്ട്. അതായത് ചക്ക ഈ വിയറ്റ്നാം സൂപ്പർ വെയറിൽ 360 ദിവസം ചക്കയാണ്. പക്ഷേ നമ്മൾ ഡിമാൻഡ് പല സമയത്തും പല ഡിമാൻഡാവും ഉണ്ടാവുക. ഇപ്പം മറ്റ് പ്ലാവുകൾ, അതായത് നമ്മുടെ നാടൻ പ്ലാവുകളൊന്നും ചക്ക ഇല്ലാത്ത സമയമായതുകൊണ്ട് ഈ സമയത്ത് ചക്ക കുറച്ച് ഡിമാൻഡ് കൂടുതലുണ്ട്. പിന്നെ ഇതിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചക്ക പിടിപ്പിക്കാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ചക്ക പൊട്ടുന്ന സമയത്ത് അതിൽ പിന്നെ കംപ്ലീറ്റ് ചക്ക ഒഴിവാക്കിയാൽ അടുത്ത 3 മാസം കൊണ്ട് പിന്നെ വീണ്ടും ചക്ക പൊട്ടും. അപ്പോൾ നമ്മൾ മെയ് മാസം ചക്ക വേണമെങ്കിൽ ഏകദേശം ഒരു പിന്നെ മെയ്ൻ്റെ 3 മാസം മുമ്പ് അതിലുള്ള കംപ്ലീറ്റ് ചക്ക ഒഴിവാക്കുകയാണ്. മെയ് മാസം 2ാമത് ചക്ക അടുത്ത ചക്ക സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതിൽ ഉദാഹരണത്തിന് ഈ പപ്പായ, അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ചക്ക, ഇതിൻ്റെയൊക്കെ കാർഷിക രീതിയിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ പപ്പായ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കൃഷിയാണ് പപ്പായ. പപ്പായക്ക് ഒന്ന് നല്ല സൂര്യപ്രകാശം വേണം. രണ്ടാമത് അസുഖങ്ങൾ, ഈ വൈറസ് പോലത്തെ അസുഖങ്ങൾ വന്ന് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ശരിക്കും പപ്പായയുടെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 2-2.5 വർഷം വരെയാണ്. മിനിമം ഒരു വർഷമെങ്കിലും നമുക്ക് ആ പ്ലാന്റ് ലൈവായിട്ട് നിന്നെങ്കിൽ അതിൽ ലാഭമുള്ളൂ. അതിനു മുമ്പ് നഷ്ടപ്പെട്ടു പോയാൽ അത് നഷ്ടക്കച്ചവടമാണ്. നമ്മൾ അതിൽ എന്തായാലും ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ നമ്മൾ ആ പ്ലാന്റ് ഒരിക്കലും ശരിക്കും വീക്ഷിക്കണം. എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? അസുഖങ്ങൾ വന്നപ്പോൾ വൈറസ് പോലത്തെ അസുഖങ്ങൾ വന്നാൽ ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം വരുന്നതിന് മുമ്പ് നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാന്നല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ അടിവളം, നന്നായിട്ട് വളം വേണ്ട ഒരു ഇനാണ് പപ്പായ. പപ്പായ നന്നായിട്ട് വളം വേണമെന്ന് പറയാൻ കാരണം ഭയങ്കര പ്രൊഡക്ഷനാണ്. ഏകദേശം ഒരു 40-50 കിലോ ഒരു വർഷത്തിൽ അതിൽ നിന്ന് ഈൽഡ് കിട്ടും മിനിമം. അതായത് ഒരു 20-25 കായ ഒരു വർഷം പിടിക്കുകയാണെങ്കിൽ തന്നെ ഒരു ആവറേജ് 1.5 കിലോ അല്ലെങ്കിൽ 2 കിലോൻ്റെ ആ റേഞ്ചിൽ ഓരോ കായ ഒരു ഫ്രൂട്ടിൻ്റെ വെയിറ്റ് വരും. അപ്പോൾ നമുക്ക് 40 കിലോ ഉണ്ടാണെങ്കിൽ ജസ്റ്റ് 20 ഫ്രൂട്ട് മതി. അപ്പോൾ നന്നായിട്ട് വളങ്ങൾ അതിലും കൂടുതൽ വളം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായിട്ട് ഈൽഡ് ഉണ്ടാകുന്ന ഒരു ക്രോപ്പാണ് പപ്പായ. അതുപോലെ തന്നെ ചക്കയെക്കുറിച്ച് പറയുമ്പോൾ ചക്കക്ക് നന്നായിട്ട് വളം കൊടുക്കണം. നന്നായിട്ട് വളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശരിക്ക് പിന്നെ ഇവരിത് ഒരു 1.5 വർഷം കൊണ്ട് കായ്ഫലം തുടങ്ങുന്ന ഒരു വളമാണ് ഈ വിയറ്റ്നാം സൂപ്പർ വെയറിൽ ജാക്ക് എന്ന് പറഞ്ഞ സാധനം. 1.5 വർഷം കൊണ്ട് ഫ്രൂട്ടിങ് തുടങ്ങും. ഏകദേശം ലൈഫ് ഒരു 11 വർഷം വരെ എന്നൊക്കെയാണ് പറയുന്നത്. എത്ര നിൽക്കുന്ന അറിയില്ല. എന്നാലും പിന്നെ നമുക്ക് ഒരു പ്ലാന്റിന്റെ വില എന്ന് പറഞ്ഞാൽ വലിയ വില ഒന്നും വരുന്നില്ല. അപ്പം നമുക്കൊരു ഏക്കറിൽ ഏകദേശം 600ഓളം പ്ലാന്റ് വെക്കും ചെയ്യാം. ഇന്ന് എൻ്റെ കൃഷിയിൽ ഏറ്റവും ലാഭം, എനിക്ക് തെങ്ങായാലും കവുങ്ങ് അങ്ങനെ പല കൃഷികളുണ്ട്, റബ്ബർ, ഇതൊക്കെ ഉണ്ട് കുറേശ്ശാണല്ലോ. പക്ഷെ അതിലൊക്കെ ഈ ലാഭം വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കണ്ടീഷനിൽ ഏറ്റവും ലാഭം ചക്ക കൃഷിയാണ്, പ്ലാവ് കൃഷിയാണ്. ഒരു സീസൺ അത് അടുത്ത വർഷം എന്താണെന്ന് അറിയില്ല. അതാണുള്ള അതിനുള്ളൊരു അത് കൃഷിൻ്റെ എല്ലാ കാര്യവും അങ്ങനെ തന്നെ. നമ്മളിപ്പോൾ ഒരു 5 ക്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അത് 5-നും 5 വരുമാനം ഉണ്ടാവുക. ഒന്ന് ചിലപ്പോൾ നഷ്ടത്തിലാവും, ഒന്ന് ചിലപ്പോൾ ആവറേജ് ആവും, 2 നല്ല ലാഭത്തിലാവും. അപ്പോൾ നമ്മളൊരു 5 കൃഷി മിനിമം ഒരു കർഷകനെ സംബന്ധിച്ച് ഒറ്റ കൃഷി മാത്രം ചെയ്ത് പോകരുതെന്നാണല്ലോ പറയുന്നത്. പല കൃഷികളും ചെയ്യണം എന്നാണല്ലോ നമ്മൾ. തുടക്കത്തിൽ ഈ കൃഷി രീതിയിലേക്ക് വന്നതിന് ശേഷം അപ്പോൾ ഈ പഴവർഗ്ഗ കൃഷി രീതിയും കൂടി സംയോജിപ്പിച്ച് പോകുമ്പോൾ തുടക്കത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? പിന്നെ കൃഷിയിൽ എനിക്കിതൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നഷ്ടങ്ങളോ തോന്നിയിട്ടില്ല. പല കൃഷികളും ചെയ്യുന്നത് കൊണ്ട്. പിന്നെ ഇതിൽ ഒരു ഒട്ടുമിക്ക കൃഷികളും സ്റ്റാർട്ട് ചെയ്ത് ഞാൻ തന്നെയാണ്. ലാൻഡ് ആദ്യം ഫാദറിൻ്റെ കാലത്ത് ലാൻഡ് ഉണ്ട്. പിന്നെ റബ്ബർ ഞാൻ തുടങ്ങിയതാണ്. ഞങ്ങൾ പഞ്ചായത്തിൽ 1-2 കർഷകർക്ക്, ഞങ്ങൾ ചെറുകാവിലാണ്, റബ്ബർ കൃഷി ഇല്ല. അപ്പോൾ 1-2 കർഷകർക്ക് അവിടെ റബ്ബറുള്ളൂ. അതുപോലെ തന്നെ കൊക്കോ കൃഷി ഞങ്ങളുടെ നാട്ടിലില്ല. കൊക്കോ കൃഷി ചെയ്തു, ജാതി ചെയ്തു. ഇപ്പം കൊക്കോ കൃഷി കഴിഞ്ഞ വർഷം ഭയങ്കര വിലയായിരുന്നു. അതുപോലെ ജാതി ഒരു ആവറേജ് വിലക്ക് ജാതി പിന്നെ വില കിട്ടുന്നുണ്ട്. പിന്നെ കവുങ്ങ് കഴിഞ്ഞ വർഷം നല്ല വില ആയിരുന്നു. ഇപ്രാവശ്യം കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഇപ്പം നാളികേരത്തിന് ഭയങ്കര വില, ഏകദേശം 52 രൂപ വരെയൊക്കെ നാളികേരത്തിന് ഒരു 15 ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പം കുറയാൻ തുടങ്ങി. എന്നാലും നല്ല വിലയാണ് ഈ സമയത്ത്. പക്ഷേ പ്രൊഡക്ഷൻ കുറവാണ്. അപ്പം നമ്മൾ ഒറ്റ ക്രോപ്പിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഈ പപ്പായൻ്റെ കേസിൽ പപ്പായ നമ്മൾ ഒരു 2.5 വർഷത്തെ ക്രോപ്പാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഇടവിള കൃഷി ഞാൻ ചെയ്തതിലൊക്കെ ഇടവിള കൃഷി ചെയ്തിട്ടുണ്ട്. പപ്പായയുടെ കൂടെ ഇടവിള കൃഷി ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണത്? അതിൽ വെജിറ്റബിൾ ചെയ്യാം. ഞാൻ പപ്പായ നടുന്ന സമയത്ത് തന്നെ വെജിറ്റബിൾ ചെയ്തിരുന്നു. അതായത് നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള വെജിറ്റബിൾ ആ സമയത്ത് ചെയ്യുക. അതിനുശേഷം സൂര്യപ്രകാശം കുറച്ചും കൂടി കുറവുള്ള, കുറച്ച് കൂടുതൽ സൂര്യപ്രകാശം വേണ്ടാത്ത കൃഷികൾ 2ാം സ്റ്റെപ്പായിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ലീഫ് വെജിറ്റബിൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ചീര പോലത്തെ പച്ചക്കറികൾ സ്ഥിരമായിട്ട് ചെയ്യുക. അപ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള വളങ്ങൾ കാര്യങ്ങൾ കൊടുക്കണം. വളങ്ങൾ ഈ പപ്പായക്ക് നന്നായിട്ട് വളം കൊടുക്കണം. അപ്പോൾ ആ നന്നായിട്ട് വളം കൊടുക്കുന്ന സമയം 3 മാസം കൂടുമ്പോൾ അടിവളം കൊടുക്കുന്നുണ്ട്. 3 മാസം കൊടുക്കുമ്പോൾ ഞാൻ ശരിക്കും കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഓർഗാനിക് ഫാമിംഗ് അല്ല, ഒരു സെമി ഓർഗാനിക് ആണ്. അതായത് രാസവളം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ ആ സമയത്ത് ഇഷ്ടംപോലെ വളങ്ങൾ ഉള്ളത് കൊണ്ട് പിന്നെ അതിനായിട്ട് സെപ്പറേറ്റ് അഡീഷണൽ വളങ്ങൾ കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. ഇപ്പോൾ ജൈവവള രീതി കൂടാതെ തന്നെ അത്യാവശ്യം രാസവളങ്ങൾ കൊടുക്കുന്നുണ്ട്. ജൈവവളം മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിക്കില്ല എന്ന് കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ്. അല്ല, പപ്പായനെ സംബന്ധിച്ച് നമ്മൾ കൊമേഴ്സ്യലായിട്ട് ചെയ്യുമ്പോൾ അതിന് ബൾക്കായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അതായത് ഇതിന് വേണ്ട മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് കൂടുതലും കൊടുക്കണമെങ്കിൽ അതിന് മാത്രം പിന്നെ ജൈവവളങ്ങൾ ചെയ്യണം.
അപ്പോൾ അത് ഈ മാർക്കറ്റിലെ വിലകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ലാഭമായിട്ട് ഓടിക്കോളുന്നില്ല. മൈക്രോ ന്യൂട്രിയൻസ് അതായത് പിന്നെ മൈക്രോ ഫുഡ് ഇതിന് അത്യാവശ്യമാണ്. മൈക്രോ ഫുഡ് വേണം, കാൽസ്യം നന്നായിട്ട് വേണം. അപ്പോൾ പിന്നെ നമുക്ക് ചിലപ്പോൾ ഓർഗാനിക് വളങ്ങൾ മാത്രം കൊടുത്താൽ അത്രത്തോളം ഈൽഡ് കിട്ടിക്കോളുന്നില്ല. അതെ അതെ. ഇത്തരം പഴവർഗ്ഗ കൃഷികളിൽ പ്രത്യേകമായി കണ്ടെത്തുന്ന രോഗബാധ അതിനെ പ്രത്യേകമായിട്ട് പ്രതിരോധിക്കാൻ എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് കൈകാര്യം? ഇതിനിപ്പോൾ പപ്പായനെ സംബന്ധിച്ച് വരുന്നത് വൈറസ് രോഗങ്ങളാണ്. അതിന് നമുക്ക് കൺട്രോൾ കൺട്രോൾ ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല. പിന്നെ പ്ലാന്റ് നശിച്ചു പോകാന്നല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. ഇതിന് ഏറ്റവും പപ്പായക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന സംഭവമാണ് ഫംഗസ് അറ്റാക്ക്, അതായത് അഴുകൽ രോഗങ്ങൾ. അതിന് സാഫ് പോലത്തെ പിന്നെ ഫംഗിസൈഡുകൾ അടിക്കേണ്ടത് അത്യാവശ്യമാണ്. പെസ്റ്റിസൈഡ് ഇതിന് വേണ്ടാന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പപ്പായക്ക് ഇതുവരെ എനിക്ക് അടിക്കേണ്ട കേസ് വളരെ ദുർലഭമായിട്ട് വന്നിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ ഇതിൽ ഒരു 2.5 വർഷമായൊരു പപ്പായ ഉണ്ട്, 1.5 വർഷമായ പപ്പായ ഉണ്ട്, 1 വർഷമായ പപ്പായ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നട്ട് ഒരു 20 ദിവസം 30 ദിവസം മുമ്പ് നട്ട പപ്പായ ഉണ്ട്. ഈ ക്രോപ്പിനൊന്നും ഞാൻ പെസ്റ്റിസൈഡ് കൊടുത്തിട്ടില്ല. നേരെ പറഞ്ഞ് ഫംഗിസൈഡ് ഞാൻ 2-3 മാസം കൂടുമ്പോൾ കൊടുക്കാറുണ്ട്. അതുപോലെ ചക്കക്കും അല്ലാതെ കീടനാശിനികൾ കൊടുക്കേണ്ട ഒരു കേസ് കണ്ടിട്ടില്ല. കീടാക്രമണം ഉണ്ടാവുന്നില്ല. ഇപ്പം ഇതിന് കൂടെ തന്നെ മറ്റുള്ള വിളകൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ഡ്രാഗൺ, അതുപോലെ റംബുട്ടാൻ. ഡ്രാഗൺ ഇപ്പം ജലസേചനത്തിന് പറഞ്ഞു, പക്ഷെ നന്നായിട്ട് വളം ആവശ്യമുള്ള ഒരു ക്രോപ്പാണ് ഡ്രാഗൺ. അതിൻ്റെ നേട്ടം എത്രത്തോളം ഉണ്ട് ഇപ്പോഴും? ഡ്രാഗൺ ഇപ്പം മാർക്കറ്റ് പിന്നെ അത്യാവശ്യം നല്ല ഡിമാൻഡാണ്. പിന്നെ ഒരുപാട് ആളുകൾ ഈ ഡ്രാഗൺ ചെയ്യുന്നത് കൊണ്ട് ഇനി അടുത്ത ഭാവി എന്താവുന്നുള്ളത് വലിയ ധാരണയൊന്നുമില്ല. നമുക്ക് പിന്നെ എന്താ വെച്ചാൽ ഒരുപാട് വെറൈറ്റീസ് 100ഓളം വെറൈറ്റീസ് ഡ്രാഗൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് കമ്പുകൾ ഫ്രൂട്ട് വിൽക്കുന്നതിലേറെ കമ്പുകൾ വിൽക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ കമ്പുകളാണല്ലോ ഇതിൻ്റെ കമ്പാണ് ഇതിൻ്റെ നടീൽ വസ്തു. അപ്പം ഇതിൻ്റെ കായകളല്ലാതെ നടീൽ വസ്തുവിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? അങ്ങനെ നടീൽ വസ്തുവിന് ഇതുവരെ പ്രാധാന്യം കൊടുത്തിരുന്നു. ഇപ്പോൾ ഒരു 2 വർഷം മുമ്പ് ഒരു പിന്നെ ഡ്രാഗണിലെ വെറൈറ്റീസ്, അതായത് ഹൈബ്രിഡ് ഇനങ്ങൾക്കൊക്കെ 2000, 2500, 3000 ആ റേഞ്ചിലായിരുന്നു വില. അതായത് 12 ഇഞ്ച് വലുപ്പമുള്ള ഒരു കഷ്ണത്തിന് 2000 അല്ലെങ്കിൽ 1000 മുകളിലായിരുന്നു. ഇപ്പോൾ അത് ഏകദേശം ഒരു 200 ആ റേഞ്ചിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഓരോ വർഷം കൂടുമ്പോൾ 2 വർഷം കൂടുമ്പോൾ ഇത് പ്രൂൺ ചെയ്ത് ഒഴിവാക്കുന്നതുകൊണ്ട് ഇഷ്ടംപോലെ കമ്പുകൾ ഉണ്ടാവും. അപ്പം പിന്നെ നമുക്ക് ഇനി അടുത്ത ഭാവിയിൽ ഇത് കമ്പ് എന്തായാലും വിൽക്കാൻ പറ്റും തോന്നണില്ല. പിന്നെ ഈ ഹൈബ്രിഡ് ഇനങ്ങളെല്ലാം നമ്മൾ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത്. ഹൈബ്രിഡ് ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ പല ഇനങ്ങളും 90 ദിവസമൊക്കെ മൂപ്പ് വരുന്നുണ്ട്. അതായത് ഫ്രൂട്ട് പറിക്കാനുള്ള പീരീഡ് 90 ദിവസം വരുന്നുണ്ട്. നേരെ പറഞ്ഞാൽ നമ്മൾ കൊമേഴ്സ്യൽ ഇനങ്ങൾക്ക് 30 ദിവസം കൊണ്ട് ഫ്രൂട്ട് പറിക്കുക. അപ്പോൾ ഒരു വർഷത്തിൽ ഒരു 6 പ്രാവശ്യമൊക്കെ ഫ്രൂട്ട് ഈ 30 ദിവസം കൊണ്ട് പറിക്കുന്ന ഇനങ്ങളിൽ ഒരു 6 പ്രാവശ്യമൊക്കെ ഫ്രൂട്ട് കിട്ടും. നേരെ മറിച്ച് ഈ 3 പ്രാവശ്യം അല്ല 90 ദിവസമൊക്കെ മൂപ്പുള്ള ഇനങ്ങൾക്ക് ആകെ 3-4 പ്രാവശ്യം ഒരു വർഷത്തിൽ ഫ്രൂട്ട് കിട്ടുള്ളൂ. പിന്നെ ഹൈബ്രിഡ് ഇനങ്ങൾക്ക് ഒരു ദോഷം എന്ന് പറഞ്ഞാൽ ഒരു 300 ഗ്രാം അല്ലെങ്കിൽ 400 ഗ്രാമൊക്കെയാണ് വെയിറ്റ് വരുന്നത്. കൊമേഴ്സ്യൽ ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ ഇനങ്ങളുണ്ട്. മെക്സിക്കൻ റെഡ്, മലേഷ്യൻ റെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇനങ്ങളുണ്ട്. അത് ഒരു 300 ഗ്രാം മുതൽ 1 kg വരെ വെയിറ്റ് വരുന്നുണ്ട് ഓരോ ഫ്രൂട്ട്. അതുപോലെ ഇതിൻ്റെ ജലസേചനം അതിന് പ്രത്യേകമായിട്ട് ആധുനികപരമായിട്ട് എന്തെങ്കിലും സൗകര്യങ്ങൾ ഒരുക്കി? ഞാൻ ശരിക്കും ഓട്ടോമേഷനാണ് ജലസേചനത്തിൽ ചെയ്യുന്നത്. ഓട്ടോമേഷനാണ്, അതായത് ഡ്രിപ്പ് ഇറിഗേഷനും ഓട്ടോമേഷനും ഒക്കെ ഇവിടെ കൂടി മിക്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പ്രിംഗ്ലർ ഇറിഗേഷനും ഉണ്ട്. ഇപ്പോൾ ഡ്രാഗൺ, പ്ലാവ് ഇതെല്ലാം ഒരു സിസ്റ്റത്തിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഏകദേശം ഒരു 3 ഏക്കർ സ്ഥലം ഒരു സിസ്റ്റത്തിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്, ഒരു മോട്ടറിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ സോളിനോട് വാൾ വെച്ചിട്ടാണ് ജലസേചനം ചെയ്യുന്നത്. അതായത് ചില ഇനങ്ങൾക്ക് ആഴ്ചയിൽ 1-2 ദിവസം ജലസേചനം ചെയ്താൽ മതി. അതായത് ഡ്രാഗണ് ആഴ്ചയിൽ 2 ദിവസമൊക്കെ മതി. നേരെ മറിച്ച് പിന്നെ പപ്പായക്ക് ഡെയിലി ജലസേചനം വേണം. അതുപോലെ ചില ഇനങ്ങൾക്ക് ദിവസം 2 പ്രാവശ്യം. എനിക്ക് ചെറിയ നഴ്സറി സിസ്റ്റം ഉണ്ട്, അതായത് തൈകൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ തൈകൾക്ക് ചില ദിവസങ്ങളിൽ കവറിലുള്ള തൈകൾക്ക് രാവിലെ വൈകുന്നേരം ജലസേചനം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് പിന്നെ ഓട്ടോമേഷൻ സിസ്റ്റം ആകുമ്പോൾ നമുക്ക് ഓരോ ക്രോപ്പിനും, അതായത് ഓരോ വാൾവിൻ്റെതും എത്ര മണിക്കൂർ വർക്ക് ചെയ്യാൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്തു വെക്കാൻ പറ്റും. അപ്പോൾ ഓരോ വിളകൾക്കും പ്രത്യേകമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ജലസേചനം ആവശ്യമായി വരുമല്ലോ. അതെ, ചിലതിന് ജലസേചനം കുറവും മതി, ചിലതിന് കൂടുതൽ വേണം. അതിനനുസരിച്ചാണോ ഇത് ക്രമീകരിച്ചത്? അതെ, അതിനനുസരിച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം ഇത്തരം പഴവർഗ്ഗങ്ങൾ മൂപ്പെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായിട്ട് സംരക്ഷിക്കേണ്ടതില്ലേ? അതായത് തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതായത് ഡ്രാഗണ് കിളികളെ ശല്യം നന്നായിട്ടുണ്ട്, റംബൂട്ടാന് വവ്വാലിന്റെ ശല്യം നന്നായിട്ടുണ്ട്. ഒട്ടുമിക്ക ഫ്രൂട്ടിനും പിന്നെ കിളികളെ ശല്യം. അതായത് അതിനെന്തൊക്കെയാണ് സംരക്ഷിച്ചു വരുന്ന മാർഗ്ഗങ്ങൾ? സംരക്ഷിച്ചു വരുന്ന മാർഗം എന്ന് പറഞ്ഞാൽ വലട്ട് സംരക്ഷിക്കാന്നല്ല, വേറെ മാർഗങ്ങളൊന്നും ഇല്ല. കുറച്ചൊക്കെ പിന്നെ അവകാശമുള്ള അവർക്ക് വേണമല്ലോ, ഭൂമിയുടെ അവകാശികളാണല്ലോ. അപ്പോൾ അവർക്കും അതിൻ്റെതായ അവർക്ക് നമ്മൾ ഉണ്ടാക്കി തന്നെ അവർക്ക് തിന്നാൻ കഴിക്കാൻ പറ്റുള്ളൂ. കുറേയൊക്കെ അവർക്ക് ഒരു 60% നമുക്ക് മാക്സിമം കിട്ടുള്ളൂ, ബാക്കിയൊക്കെ അവർ കഴിച്ചു പോകും. 60% കിട്ടിയാലും ഹാപ്പിയാണ്.
അപ്പോൾ ശരിക്കും നിങ്ങളുടെ ഒരു തോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ അത്രയും കളർഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. ഇത്രയും എനിക്കത് ഒറ്റത്തോട്ടായിട്ടല്ല ഞാൻ ചെയ്യുന്നത്, പല ഏരിയയിലാണ് ചെയ്യുന്നത്. ഇത് ഓരോന്നും ഓരോ സ്ഥലത്താണ്. ഇപ്പോൾ ഫ്രൂട്ട് തന്നെ ഒരു 3-4 ഏരിയയിലാണ് ചെയ്യുന്നത്. വീടിൻ്റെ അടുത്ത് തന്നെയാണോ ഇതൊക്കെ കൃഷി ചെയ്തു വരുന്നത്? വീടിൻ്റെ ഏകദേശം ഒരു 500 മീറ്റർ ചുറ്റളവ് തന്നെയാണ് എല്ലാം ഉള്ളത്. പിന്നെ ഒരു മീൻകുളമുണ്ട്. പിന്നെ അതിൽ ഞാൻ ഗൗരാമി എന്ന് പറഞ്ഞ മീനാണ് വളർത്തുന്നത്. അത് നമ്മൾ ശുദ്ധജല മത്സ്യത്തിൽ ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ് ഗൗരാമി. പിന്നെ അതിന് നമുക്ക് ഏകദേശം വേസ്റ്റുകൾ മതി. അതായത് ഈ പച്ചക്കറിയുടെ വേസ്റ്റ്, പപ്പായയുടെ ഇല, പപ്പായ കേട് വന്നപ്പോൾ ഈ കിളികൾ ഇപ്പം പിന്നെ ഇവർ അവകാശികൾ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഈ കിളികൾ കൊത്തിയ എന്തായാലും ആ വേസ്റ്റുകളൊക്കെയാണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വല്ല വേസ്റ്റായിട്ട് പോകുന്നില്ല മത്സ്യങ്ങൾക്ക്. ഇതിന്റെ കൂടെ കാര്യമായിട്ട് മത്സ്യകൃഷിയും സജീവമായിട്ട് കൊമേഴ്സ്യലായിട്ടല്ല, വീട്ടാവശ്യങ്ങൾക്ക്. ഒരു ചെറിയൊരു പിന്നെ പടുതക്കുളമാണുള്ളത്. ഒരു 400ഓളം മീനുകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടത് ഈ വെജിറ്റബിൾ ആയിട്ട് തന്നെ കഴിയുന്നുണ്ട്. തീറ്റച്ചെലവ് വളരെ ഏകദേശം പിന്നെ ഒരു 70% ഈ വെജിറ്റബിളിൻ്റെ വേസ്റ്റാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ വീട്ട് ആവശ്യത്തിനുള്ള എല്ലാ സംരംഭങ്ങളും തോട്ടത്തിൽ തന്നെ സംരക്ഷിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറികൾ, ഞാൻ പോളിഹൗസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പോളിഹൗസിന് പുറമെ പിന്നെ ഒരു തിരുനന യൂണിറ്റ് ഉണ്ട് വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ. ഏകദേശം ഒരു 200ഓളം ഗ്രോ ബാഗ് അതിലുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ആ ഗ്രോ ബാഗ് ഈ തിരുനന യൂണിറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു 4 വർഷം ഇത് ചെയ്യുന്നുണ്ട്. 4 വർഷം മുമ്പ് ഡിപ്പാർട്ട്മെൻറ്റ് SHM സ്കീമായിട്ട് കിട്ടിയതാണ് ഈ തിരുനന യൂണിറ്റ്. അപ്പോൾ ഒരു റെയിൻ ഷെൽട്ടർ, വീടിൻ്റെ മുകളിൽ റെയിൻ ഷെൽട്ടർ ഉണ്ട്. അതിലും കുഴപ്പമില്ലാത്ത രീതിയിൽ വിളവുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതിന് വേണ്ടുന്ന, ഇതിൻ്റെ പരിപാലനത്തിനും കാര്യങ്ങൾക്കും വേണ്ടുന്ന സമയം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? എത്ര മണിക്ക് എഴുന്നേൽക്കും? എങ്ങനെയൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്തു വരുന്നത്? രാവിലെ ഒരു 5 മണിക്ക് ഏകദേശം സ്റ്റാർട്ടാവും. പിന്നെ നമ്മളൊരു 6-7 മണിയാവുന്ന സമയത്ത് പറമ്പിലേക്ക് ഇറങ്ങും. പിന്നെ വൈകുന്നേരം വരെ ഏകദേശം പറമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്, പിന്നെ ഒരു 2 ലേബേഴ്സ് ഉണ്ട്. ഇതിനെ കൂടെ സഹായിക്കാൻ വേറെ ജോലിക്കാരുണ്ട്. പിന്നെ ഈ പ്രൊപ്പഗേഷനൊക്കെ രാത്രിയാണ് മിക്കവാറും ചെയ്യാറുള്ളത്. ഒരു 1-2 മണിക്കൂർ ചെയ്താൽ അതിന് പണിക്കാറൊന്നുമില്ല. ഞാൻ സ്വന്തമായിട്ടാണ് ബെഡിങ് ഗ്രാഫ്റ്റിംഗ് ചെയ്യാറുള്ളത്. ഈ പഴവർഗ്ഗ കൃഷി കൂടാതെ തന്നെ അപ്പം മറ്റുള്ള കൃഷികളും ഇതിനോടൊപ്പം ചെയ്യുന്നുണ്ടല്ലേ? അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് അതിനു വേണ്ടി പ്രത്യേകമായിട്ട് സമയം കാര്യങ്ങൾ കണ്ടെത്തുന്നതൊക്കെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെയാണോ അതും പരിപാലിച്ച് പോരുന്നത്? ഇതിൻ്റെ കൂടെ തന്നെ അതും പരിപാലിച്ച് വരുന്നത്. പിന്നെ റബ്ബറിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ അതിന് ലേബേഴ്സ് വേറെ ഉണ്ട്. അവർ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ അതിൽ ഞാൻ റബ്ബർ പാലാണ് കൊടുക്കാറുള്ളത്. അപ്പം ഒരു 15 ദിവസം കൂടുമ്പോൾ അവർ ഷീറ്റായിട്ടല്ല, പാലായിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അവർ ഡ്രം ഇറക്കും. എന്നിട്ട് ചിലപ്പോൾ അതിൽ ലാഭം ഉണ്ടോ നഷ്ടമുണ്ടോ അത് ആലോചിക്കാറില്ല. കുറേ ടൈം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വരേണ്ട സമയത്ത് ഇതിന് എല്ലാം പാടെ ടൈം കിട്ടാത്തത് കൊണ്ട് അവർ 15 ദിവസം കൊണ്ടുമ്പോൾ അവരൊന്ന് കയറ്റി പോകും. പിന്നെ അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ ടേപ്പർ തന്നെയാണ് ശ്രദ്ധിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ അതിൽ ശ്രദ്ധിക്കാനൊന്നുമില്ല. റബ്ബറിൻ്റെ കേസിൽ കുറച്ച് വല്ലാതെ ഒരു ദിവസം അത് പോയി നോക്കി കണ്ട് ചെയ്യേണ്ട കേസൊന്നും റബ്ബറിൻ്റെ കേസിലില്ല. പിന്നെ കവുങ്ങിൻ്റെ കേസാണെങ്കിലും അതുപോലെ തന്നെയാണ്. പിന്നെ ഒരു സ്ഥിരം പണിക്കാരനുണ്ട് കവുങ്ങ് പറിക്കാനും കാര്യങ്ങൾ ചെയ്യാനും. അപ്പോൾ അയാളായിട്ട് അതിൻ്റെ കാര്യങ്ങളും ചെയ്തു പോകും. പിന്നെ നമ്മൾ വളയിടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടതുള്ളൂ. പിന്നെ തെങ്ങ് കൃഷി മൊത്തം വളരുന്ന ഒരേ ടൈമിൽ തന്നെ ഏകദേശം എല്ലാ ഇതിനും ഇപ്പോൾ ഫാം ഉള്ളത് കൊണ്ട് ചാണകപ്പൊടി ഇഷ്ടം പോലെ പശുക്കളുള്ളത് കൊണ്ട് ചാണകപ്പൊടിക്ക് വലിയൊരു എത്ര പശുക്കളുണ്ട്? 5 പശുക്കളാണുള്ളത്. 10 പശു ഒരു ഫാമായിരുന്നു. 10 പശുക്കളുണ്ടായിരുന്നു. ഇപ്പോൾ 5 പശുക്കളാണുള്ളത്. അതിനെയും ഇതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ. അതിനൊരു ആള് അത് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടുതലായിട്ട്. പക്ഷെ അതിൽ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ഫാം ശരിക്കും ലാഭമാണോ നഷ്ടമാണോ അതല്ല. പക്ഷെ അതിൽ ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ്. നമ്മൾ ഒരിക്കലും ഒരു ഫാം ഉണ്ടാലും ഇല്ലെങ്കിലും ഒരു ബയോഗ്യാസ് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഈ പശുവിൻ്റെ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ലാഭമുള്ള അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ഉപകാരപ്രദമായ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ബയോഗ്യാസാണ്. നമുക്ക് നല്ല ഗുണമേന്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറാണ് അതിൻ്റെ. പിന്നെ ഗ്യാസ് നമ്മൾ കത്തിക്കാൻ പെട്ടെന്ന് വീട്ടിൽ അതുപോലെ തന്നെ ഇതിന് പുക ഇല്ല. അപ്പം വീട്ടുകാർക്ക് ഒരുപാട് സൗകര്യങ്ങളാണ്. വല്ലാതെ കഴുകി അല്ലെങ്കിൽ പാത്രം കഴുകി ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധാരണ ഗ്യാസ് ഉപയോഗിക്കുന്ന അതേ രീതി, പക്ഷെ അതിലേറെ പവറാണ് ഇതിൽ. അതിന്റെ കൂടെ തന്നെ ഈ ബയോഗ്യാസിന്റെ ഇതിൽ വരുന്ന സ്ലറി അത് കാർഷിക വിളകൾക്ക് കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യാം. നല്ല വളം, നല്ല ജൈവവളമാണ്. നമ്മൾ സാധാ ചാണകത്തിന്റെ 60% കൂടിയും കൂടുതൽ. അതായത് പിന്നെ സാധാ ചാണകപ്പൊടി ഉപയോഗിക്കുന്നതിന് 40% കുറച്ച് ഉപയോഗിച്ചാൽ മതി എന്നാണ് അത് പറയുന്നത്. വീടിനടുത്തുള്ള ആൾക്കാരും അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാരും നിങ്ങളുടെ ഈ കൃഷി രീതി അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാനും ഒക്കെ വരുന്നുണ്ട്. ഇഷ്ടംപോലെ ആളുകൾ വിസിറ്റിന് വരാറുണ്ട്. പിന്നെ തൈകൾ വാങ്ങിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട്. പിന്നെ തൈകൾ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്ന നഴ്സറിക്കാർക്കാണ്. പിന്നെ കൂടുതലും കൊടുക്കുക നഴ്സറിക്കാർക്കാണ്. അപ്പോൾ അവർ നേരിട്ട് വന്ന് എടുത്ത് പോകും.
എന്തായാലും ഈ പഴവർഗ്ഗങ്ങൾ കൂടാതെ മറ്റ് പല കാർഷിക വിളകളെയും അതിൻ്റേതായ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ശ്രീ അസീസിന് ഈ മേഖല ഇഷ്ടപ്പെടുന്ന, അതായത് ഈ കാർഷിക മേഖല ഇഷ്ടപ്പെടുന്ന പുത്തൻ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു സന്ദേശം എന്താണ്? നമ്മൾ ഉപജീവന മാർഗ്ഗത്തിന് ഉദ്ദേശിക്കുന്നത് നേരെ മറിച്ച് 5-10 സെൻറ്റ് അല്ലെങ്കിൽ ഒരേക്കറിൽ ചെയ്ത് നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയും തോന്നുന്നില്ല. നേരെ മറിച്ച് കുറച്ചധികം ഭൂമി ലാൻഡിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത് ശരിക്കും നമ്മുടെ ഉപജീവന മാർഗ്ഗമായിട്ട് തന്നെ കൊണ്ടുപോകാം. എൻ്റെ അനുഭവത്തിൽ എനിക്ക് 4 മക്കളാണ്. 4 മക്കൾക്കും നന്നായിട്ട് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഈ കൃഷി ഇതുകൊണ്ട് തന്നെയാണ് 100% ഇതുകൊണ്ട് തന്നെയാണ്. അതിനാണ് ഏറ്റവും വലിയ സന്ദേശമായിട്ട് കണക്കാക്കുന്നത്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ നമ്മുടെ ഇപ്പം എൻ്റെ കൂടെ പഠിച്ച ആളുകളൊക്കെ ഇപ്പം കാണുമ്പോൾ ഇവരെന്താണ് ജോലി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കർഷകരെന്ന് പറയുമ്പോൾ അന്ന് ഒരു 10 വർഷം മുമ്പൊക്കെ കർഷകരെന്ന് പറയുമ്പോൾ അവർക്കൊരു എന്താ പറയുക കുറച്ചിൽ പോലെ തോന്നിയിരുന്നു. നേരെ മറിച്ച് ഇന്നത്തെ സമൂഹത്തിന് കർഷകൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു അഭിമാനത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ആരാധനയോട് കൂടിയാണ് അവർ കാണുന്നത്. അത് നിങ്ങൾ തെളിയിച്ചു. നിങ്ങളുടെ ശരിക്കുള്ള ആ ഒരു പ്രവർത്തനത്തിലൂടെ തന്നെ നമ്മളത് തെളിയിച്ച് കാണിച്ചു കൊടുത്തു. അതിനെയാണല്ലോ ഒരു കർഷകനെ സംബന്ധിച്ച് തിളങ്ങുന്നൊരു സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കൃഷി രീതിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മുടെ ശ്രോതാക്കൾക്കിടയിൽ തന്നെ. അപ്പം അവർക്ക് നിങ്ങളെ ബന്ധപ്പെടണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ താങ്കളുടെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? സന്തോഷമുള്ള നമ്പർ പറഞ്ഞു കൊടുക്കുന്നതിന് പിന്നെ എൻ്റെ നമ്പർ 99 95 726 780. വിവിധ ഇനം പഴവർഗ്ഗ കൃഷിരീതിയെക്കുറിച്ച് ശ്രോതാക്കൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അസീസിനെ ബന്ധപ്പെടാനുള്ള നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9995726780. എന്തായാലും ഇനിയും ഇത്തരം കൃഷിരീതിയിലൂടെ തിളങ്ങുന്ന ഒരു നേട്ടം താങ്കൾക്ക് കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. വിവിധയിനം പഴവർഗ്ഗ കൃഷിരീതിയെക്കുറിച്ച് ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞു തന്ന മലപ്പുറം ചെറുകാവ് സ്വദേശിയും കർഷകനുമായ അബ്ദുൾ അസീസിന് വയലും വീടും പരിപാടിയുടെ പ്രത്യേകമായ നന്ദി ആശംസിക്കുന്നു. താങ്ക് യു. വയലും വീടും പരിപാടി സമാപിക്കുന്നു. വയലും വീടും.